ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 69 അധ്യായം 13 1 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പല ദേവതകളാണ്, അതുകൊണ്ട് ഓരോന്നായിട്ട് നോക്കാം. ഒന്നിലെ ദേവത അഗ്നിയാണ്. അഗ്നിയെ ഞാൻ എന്നിൽ മാത്രമല്ല അറിയുന്നത്, നമ്മുടെ ഉള്ളിൽ അഗ്നിയുണ്ട്, ഊർജമുണ്ട്. ഊർജമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ശരീരത്തിൻ്റെ ചൂട് തന്നെ, ആ ചൂടില്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. അപ്പം നമ്മളെ ഉള്ളിലുള്ള അഗ്നിയെ മാത്രമല്ല, എൻ്റെ വീട്ടിൻ്റെ ഗൃഹത്തിലുള്ള അഗ്നിയെയും അറിയുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. വീട്ടിലും ഗൃഹത്തിലും എന്ത് വേണം? അഗ്നി വേണം. വീട്ടിൽ ചൂട് വേണമെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് ഒരു പ്രത്യേക ചൂട് വേണ്ടേ? നല്ല തണുപ്പാണെങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? കോച്ചുന്ന, അപ്പോൾ അത് വേണം. ഇനി പാചകം ചെയ്യാൻ അഗ്നി വേണം, വെളിച്ചം വേണം, എല്ലാം വേണം. അപ്പം ഗൃഹത്തിലെ അഗ്നിയെ ഞാൻ അറിയുന്നു, പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. വീട്ടിലും അതിൻ്റെ ആവശ്യം ഉണ്ട്. അങ്ങനെയുള്ള എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഗ്നിയാണ് നൽകുന്നത്. എന്നിൽ നിന്ന് നല്ല സന്തതികൾ ഉണ്ടാകട്ടെ. സന്തതികൾ ഉണ്ടാകണമെങ്കിൽ ഊർജം വേണം. പുരുഷ ബീജവും അണ്ടവും കൂടി ചേർക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അതൊരു പ്രത്യേക ഊഷ്മാവിലാണ് സംഭവിക്കുന്നത്. ഏത് രാസപ്രവർത്തനത്തിനും ഒരു പ്രത്യേക ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവിലാണത് നടക്കുക. അത് കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം. അങ്ങനെ അവനിൽ വീര്യമെല്ലാം വന്നണയട്ടെ. അതായത് നല്ല കോമ്പിനേഷനിലോട്ട് നല്ല ജനിതഘടന ഉണ്ടായാൽ നല്ല കുട്ടികൾ ഉണ്ടാവും. അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അഗ്നിയാണ്. രണ്ടിലും അഗ്നി തന്നെയാണ്. അങ്ങ് ജഗത്തിൻ്റെ നാഥനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അഗ്നി. ഊർജ്ജമില്ലാതെ നിലനിൽപ്പില്ല. എല്ലാറ്റിൻ്റെയും കാരണവും അങ്ങ് തന്നെയാണ്. എന്ത് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അഗ്നിയുണ്ട്. ഉദാഹരണമായിട്ട് കല്ല് പൊട്ടിക്കണ്ടിക്കൽ ഊർജ്ജം വേണം, അഗ്നി ഊർജ്ജമായി കാണണം. കല്ല് പൊട്ടിക്കാൻ ഊർജ്ജം വേണം, ചോറ് ഉണ്ടാക്കണ്ടിക്കൽ അഗ്നി വേണം. എല്ലാം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവിടെ ഊർജ്ജം, അഗ്നിക്ക് വലിയ പങ്ക് ഉണ്ട്. പിന്നെയോ എല്ലാറ്റിൻ്റെയും കാരണവും ജലത്തിലെയും അതിലെ അഗ്നിയുടെയും കാരണവുമാകും. ജലത്തിലെ എല്ലാറ്റിൻ്റെയും കാരണം അതാണ്. ജലമുണ്ടാകുന്നതിന് പിന്നിലും കാരണമാണ്. ജലത്തിൻ്റെ അകത്തുള്ള അവസ്ഥക്കും കാരണം അത് തന്നെയാണ്. ജലത്തിൻ്റെ അവസ്ഥക്ക് കാരണവും അഗ്നി തന്നെയാണ്. കാരണം ഒരു പ്രത്യേക ഊഷ്മാവിൽ ജലം ജലമായി നിൽക്കും. അതിൽ താണുപോയാൽ ഐസായി പോവും, അതിൽ കൂടിപ്പോയാൽ നീരാവിയായി പോവും. അപ്പം ജലത്തെ ജലമായി നിർത്തുന്നതും അഗ്നി തന്നെ ആണ്. അതുകൊണ്ട് ആ മനുഷ്യർ അഗ്നിയെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ അഗ്നിയെ ആരാധിക്കുന്നത്. കാരണം ഏതൊരു കർമ്മത്തിൻ്റെ പിന്നിലുള്ള സംഗതിയാണ് അത്. ഏത് ലോകത്തിൻ്റെയും ഐശ്വര്യം അങ്ങാണ്. ഇപ്പം നമ്മളെ ഭൂമിയുടെ ഐശ്വര്യം തന്നെയാണ്. ഭൂമിക്കൊരു പ്രത്യേക ഊഷ്മാവുണ്ട്. ചന്ദ്രനിൽ പോയാൽ നമുക്ക് അടപ്പൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് വേണ്ട ചൂടല്ല അവിടെ ഉള്ളത്. എല്ലാം അറിയുന്നവൻ അവനാണ്. കാരണം ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ അവനിലൂടെയാണ്. ഊർജമാണ് ദ്രവ്യമായി മാറിയത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഊർജത്തിൽ നിന്നാണ്, ഊർജത്തിൻ്റെ സഹായത്താലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം തികഞ്ഞവനാണ്, എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നവൻ അഗ്നിയാണ്. ഇനി 3 ആരാധന നടത്തേണ്ടത് ഈശ്വരനോട് മാത്രമാണ്. ഇത് നമ്മൾ വേറെ മതങ്ങളിലെല്ലാം പറയുന്നതൊക്കെ ഈശ്വരനെ ആരാധിക്കാൻ പാടുള്ളൂ, ബാക്കി ആരാധിക്കാൻ പാടില്ല. ഇത് വേദത്തിൽ നിന്ന് വന്നതാണ്. ആരാണ് ഈശ്വരൻ? ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ നിർഗുണമായ ബ്രഹ്മം, അതാണ് ഈശ്വരൻ. അതിനെ ആരാധിക്കണ്ടു, ബാക്കിയുള്ള ഒന്നിനെ ആരാധിക്കാൻ പോകരുത്. കാരണം നമ്മൾ ഉണ്ടാക്കിയതും നമ്മൾ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതും നമ്മൾ എന്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നതും എല്ലാ ശക്തിയാണ്, ഈശ്വരനാണ്. അത് ഏകനാണ്, അത് ബ്രഹ്മമാണ്. അതിനെ മാത്രമേ ആരാധിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൽ നിന്നുണ്ടായതാണ്. പിന്നെ അതിനെ ആരാധിക്കേണ്ട, അത് തന്നെയാണ് നമ്മളും. പിന്നെ മറ്റുള്ളതിനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരി ഇവരെയൊന്നും ആരാധിക്കേണ്ട ഒരു കാര്യം
ഇല്ല. ആരാധന നടത്തേണ്ടത് ആ ഈശ്വരനോട് മാത്രമാണ്. അവന് മാത്രമേ അതിന് അർഹതയുള്ളൂ. നിങ്ങൾ ആരാധിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ആരാധനക്ക് അർഹൻ ആ ഈശ്വരൻ, ഏകനായ ഈശ്വരൻ മാത്രമാണ്. സൂര്യചന്ദ്രന്മാർ പോലും ആകാശത്തിൽ സഞ്ചരിക്കുന്നത് അതിൻ്റെ നിശ്ചയപ്രകാരമാണ്. ഇപ്പം സൂര്യനെയും ചന്ദ്രനെയും ഒന്നും ആരാധിക്കണ്ട. അതിങ്ങനെ അവിടെ വന്നിട്ട് പൊന്തി പോയി വരിയും പോയി എല്ലാം ചെയ്യുന്നത് ഈശ്വരൻ നിശ്ചയിച്ച പ്രകാരമാണ്. അത് നിശ്ചയിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ രാവിലെ ഉദിക്കണം, വൈകുന്നേരം അവിടെ പോകണം. കാരണം അതിനൊരു ഭ്രമണപഥം എല്ലാം കൊടുത്തിട്ട് ഭൂമി ആ സൂര്യന് ചുറ്റും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യൻ ഉദിക്കുകയും ചെയ്യും, അസ്തമിക്കുകയും ചെയ്യും. അപ്പോൾ ആരാധന അതിനെ ഉണ്ടാക്കിയ ആ ശക്തിക്കാണ് വേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടറിനെയല്ല ആരാധിക്കേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി, അതിനെയാണ് ആരാധിക്കേണ്ടത്. അതുമാതിരി ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ബുദ്ധി ഏതാണോ അതാണ് ഏകനായ ഈശ്വരൻ. അതിന് ഈശ്വരനെ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് വേറെ ചില മതങ്ങളിൽ എഴുതിയിട്ട് ഈശ്വരനെ ആരാധിക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നത്. അതിന് രൂപവും ഭാവവും എന്നുള്ളത് അത് ഇവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയതാണ്. എല്ലാം വേദത്തിലുള്ളതാണ്. ഇനി 4, ഹിരണ്യ ഗർഭരൂപത്തിലുള്ള ഈശ്വരൻ ഒന്ന് മാത്രമാണ്. പ്രപഞ്ചം ആദ്യം ഒരു ഹിരണ്യ ഗർഭത്തിൽ നിന്ന് ഉദിച്ചു വന്നതായിട്ട്, ഒരു അണ്ടത്തിൽ നിന്ന് ഉദിച്ചു വന്നതായിട്ടാണ് സൃഷ്ടി വിവരിച്ചിരിക്കുന്നത്. അതിലെ ഈശ്വരൻ ഒന്ന് മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഇതെല്ലാം മറ്റുള്ള മതങ്ങൾ പറയുന്നൊന്നുമല്ല. ഇതെല്ലാം വേദത്തിലുള്ള കാര്യങ്ങൾ അവരെടുത്തിട്ട് പറഞ്ഞേ ഉള്ളൂ. ഈശ്വരൻ ഒന്ന് മാത്രമാണ്. ഇതിവിടെ പറയുന്നതാണ്. ആദ്യ സ്രഷ്ടാവ് അവൻ മാത്രമാണ്. ആദ്യം പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ അവനെ ഉണ്ടായിട്ടുള്ളൂ. അവനാണ് ഈശ്വരൻ. എല്ലാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരൊന്നും ഈശ്വരന്മാരല്ല, അതെല്ലാം ദേവതകളാണ്. നമ്മൾ അജ്ഞാനം കൊണ്ട് എന്തെല്ലോ ആരെല്ലോ ആരാധിക്കുകയാണ്. അവരൊന്നും ആരാധനക്ക് അർഹത പോലുമല്ല. ഇതെല്ലാം കണ്ടിട്ടാണ് വേറെ മതങ്ങളിലെല്ലാം ചിലതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന അവരിലാണുള്ളതെന്ന്. നമ്മളെന്ന് പറയുന്ന വേദവാദികൾ, അല്ലാതെ നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളെന്ന് പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെയാണ്. ഏതെങ്കിലും സയൻസാണ്. സയൻസിനാർക്കും നമ്മളെ സയൻസാണ്. അത് നമ്മളും പറയും, അമേരിക്കക്കാരനും നമ്മളെന്ന് പറയും, ചൈനക്കാരനും പറയും. കാരണം എല്ലാവർക്കും സയൻസ് ഒന്നേ ഉള്ളൂ, പ്രപഞ്ച നിയമങ്ങൾ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം സൃഷ്ടൻ അവൻ മാത്രമായിരുന്നു. പ്രകാശജ്വാലകളൊക്കെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആദ്യം അതേ ഉണ്ടായിട്ടുള്ളൂ. അത് ഏകനാണ്. സൃഷ്ടിക്ക് മുമ്പിൽ അവനെ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്തൊക്കെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ അവനെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ വേറെ പേരിൽ പറയുമ്പോഴാണ് ബ്രഹ്മം എന്ന് പറയും, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയും. വേണമെങ്കിൽ അതിനെ അള്ളാമ യഹോവാമോ എന്ത് പേരിട്ട് വിളിച്ചോളും. പക്ഷേ അതെല്ലാം ആദ്യമുണ്ടായ വേദത്തിലുള്ള കാര്യങ്ങളാണ്. ഈ ഈശ്വരനാണ് ഭൂമിക്കും സൂര്യനും ആ ലോകത്തിനും ആധാരമായത്. ഈ സൂര്യൻ ഉണ്ടായതും ഭൂമി ഉണ്ടായി പ്രപഞ്ചം ഉണ്ടായതിൻ്റെ എല്ലാം ആധാരം ആ ഈശ്വരനാണ്. അവൻ ഏകനാണ്. ഇതിൻ്റെ എല്ലാം കാരണവും അവനാണ്. അപ്പം അവനെ ആരാധിക്കാൻ പാടുള്ളൂ. അവൻ ഏകനാണ്. അപ്പം ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അത് നിർഗുണമായ ബ്രഹ്മമാണ്. അല്ലാതെ മറ്റുള്ളതിനൊന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വേദത്തിൽ നിന്ന് വന്ന ആശയമാണ്. അവനെ 7 ശക്തിവിശേഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവൻ 7 ലോകങ്ങളെയാണ് സൃഷ്ടിച്ചത്. പ്രപഞ്ചഘടനയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് 7 ലോകങ്ങൾ. അപ്പോൾ 7 ലോകങ്ങളും അവൻ്റെ മഹിമ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഭൂമിയെ വെള്ളത്തിന് മധ്യത്തിലാക്കിയത് അവനാണ്. ഈ ഭൂമിയെ വെള്ളത്തിന് മധ്യത്തിലാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ആ സമുദ്രത്തെ, ആ ഭൂമിയെ ജലത്തിന് മധ്യത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിന്? അത്രയും ജലമുണ്ടെങ്കിൽ ജീവജാലങ്ങൾ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ള ഗ്രഹങ്ങളിൽ പോകുമ്പോൾ അവിടെ ജലമുണ്ടോ കുഴിയുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കുന്നത്. കുഴിയുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ വെള്ളം ഉണ്ടെങ്കിലോ.
അപ്പോൾ ഭൂമിയെ ജലത്തിന് മധ്യത്തിലാക്കിയത് അവനാണ്. അത്തരത്തിലുള്ള ഒരു സൃഷ്ടിക്രമം അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവജാലങ്ങളുടെ ജനന സങ്കേതം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ ജലത്തിൽ ഇങ്ങനെ ഭൂമിയെ കര ചുറ്റിയിട്ടും ജലം യഥേഷ്ടം ഉള്ളത് കൊണ്ടാണ് ഇത് ജനന സങ്കേതം ആയി മാറിയത്. ജീവജാലങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം ഭൂമിയെ ഇങ്ങനെ ജലത്തിൻ്റെ നടുവിൽ സൃഷ്ടിച്ച് വെച്ചതുകൊണ്ടാണ്. ഭൂമിശാസ്ത്രം എല്ലാം അറിയുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. എല്ലാറ്റിലും ചരിച്ചുകൊണ്ട് എല്ലാറ്റിനും ആധാരമായി ഏതാണോ നിൽക്കുന്നത് അവനെ ഞാൻ പ്രണമിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ അതിനെ എല്ലാം ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ശക്തിവിശേഷം. എന്താണ് ചലിക്കുന്നത്? കടലിലെ ജലവും ചലിക്കുന്നത്, ജീവജാലങ്ങൾ ചലിക്കുന്നു, എല്ലാം ചലിക്കുന്നത്. സൂര്യനും ചന്ദ്രനും 7 ലോകങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലനത്തിൻ്റെ പിന്നിലെല്ലാമുള്ള ശക്തിവിശേഷം ആരാണ്? ആ ഈശ്വരനാണ്. ഏകനായ ഈശ്വരനാണ്. ആ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതിനെ മാത്രമേ ആരാധിക്കാവൂ. അതിൽ നിന്നുണ്ടായ 33 കോടി ദേവതകൾ, അതെല്ലാം ദേവതകളാണ്. അതൊന്നും ആരാധനക്കർഹനല്ല. കാരണം നമ്മളെ തലയിൽ എന്തെല്ലോ അടിച്ചു പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. ആ ജലത്തിന് അതിൻ്റെ തലയിൽ നിന്ന് പോകണ്ടെങ്കിൽ, കാരണം അങ്ങനെ തലയിൽ കുത്തി ഫിക്സ് ചെയ്ത് നട്ട് ബോൾട്ട് എല്ലാം ഇട്ടിട്ട് എന്തെല്ലോ അന്ധവിശ്വാസങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ മാറ്റുക സാധ്യമല്ല. ഇനി 6 ഈ കാണുന്ന അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങുന്ന ചില അമിത വേഗതയിൽ ചുറ്റിക്കറങ്ങുന്ന ചില കണങ്ങളാണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത്. ഭൂമി ഏതിലാണ് ചുറ്റുന്നത്? സൂര്യന് ചുറ്റും ഓർബിറ്റിലാണ്. ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ലെവലുകളാണ്. അതിസൂക്ഷ്മമായ എനർജി ലെവലുകളാണത്. അതിൻ്റെ ശക്തി ആ കറക്കത്താലാണ് ഭൂമി അതിൽ കിടന്ന് കറങ്ങുന്നത്. ഭൂമി ഓർബിറ്റിലാണ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ ഓർബിറ്റിലോട്ടാണ് കറങ്ങുന്നു എന്ന് പറയും. പക്ഷേ ഈ ഓർബിറ്റുകൾ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഏറ്റവും സൂക്ഷ്മമായ കണങ്ങളാണ്. ഊർജത്തിൽ നിന്നാണ് കണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഭൂമി തന്നെ ഉണ്ടായിരിക്കുന്നത് ഊർജത്തിൽ നിന്നാണ്. ഊർജത്തിൽ നിന്നാണ് ദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കണങ്ങളാണ്. ഇത് സൂക്ഷ്മമായ ചില കണങ്ങളാണ് ഊർജ രൂപത്തിൽ, ഓർബിറ്റ് രൂപത്തിൽ സൂര്യൻ്റെ എല്ലാം ഭ്രമണപഥമായിട്ട് ആക്ട് ചെയ്യുന്നത്. സൂര്യന് സഞ്ചരിക്കാൻ ഭ്രമണപഥമുണ്ട്. സൂര്യന് ചുറ്റും ഭ്രമണപഥങ്ങളുണ്ട്. അതിലൂടെയെല്ലാം ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. അത് സൂക്ഷ്മമായ കണങ്ങളുടെ സ്രോതസ്സുകളാണ്. അമിത വേഗത്തിൽ സഞ്ചരിക്കുന്ന ഓർബിറ്റുകളാണ്. കണങ്ങളുടെ സമൂഹങ്ങളാണ്. എനർജി ആണ് കണമായി മാറിയത്. അതിലൂടെയാണ് ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത്. അത് സംഭവിക്കുന്നത് ഭ്രമണവിശേഷത്താലാണ്. അത് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓർബിറ്റ്. ആ ഓർബിറ്റ് ഭ്രമണം ചെയ്യുമ്പോൾ അതിലെ സൂര്യൻ ഗ്രഹങ്ങളും എന്ത് ചെയ്യാണ്? അതോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സൂക്ഷ്മമായ ഊർജ സ്രോതസ്സുകൾ, ആറ്റത്തിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റുന്നത് ഓർബിറ്റൽ എനർജി എന്ന് പറയും. അതിൽ നിന്ന് ഇലക്ട്രോൺ ചാടുമ്പോഴാണ് ഊർജം നഷ്ടപ്പെടുകയോ എടുക്കുകയോ എല്ലാം ചെയ്യുന്നത്. അപ്പം അതെല്ലാം എനർജിയുടെ സ്രോതസ്സുകളാണ്. അതൊരു സൂക്ഷ്മമായ കണരൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. വളരെ വേഗത്തിൽ അത് ന്യൂക്ലിയസിൻ്റെയും അല്ലെങ്കിൽ സൂര്യൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഭൂമിയുടെ ചുറ്റും ചന്ദ്രൻ ചുറ്റുന്ന ആ ഓർബിറ്റ്, ഇതെല്ലാം സൂക്ഷ്മമായ ഊർജ സ്രോതസ്സുകളുടെ ഭ്രമണമാണ്. ആ ഭ്രമണ പഥത്തിൽ വീഴുമ്പോഴാണ് ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത്. അങ്ങനെയുള്ള ആ കണങ്ങൾക്ക് പ്രണാമം എന്ന് പറയുമ്പോൾ ആ ഓർബിറ്റുകൾക്കെയും ഞാൻ നമിക്കുന്നു. ആറ്റം ഉണ്ടാകുന്നതിന് പിന്നിൽ ഈ ഓർബിറ്റുകളാണ്. ഈ അന്തരീക്ഷത്തിൽ
ഗ്രഹങ്ങളെല്ലാം ചുറ്റാനുള്ള ഭ്രമണപഥങ്ങൾ ഉണ്ടായതിന് ആ ഭ്രമണപഥമാകുന്ന ഊർജ സ്രോതസ്സുകളെ, ഊർജ കണങ്ങളെ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ കണങ്ങളെ, ഊർജ സ്രോതസ്സുകളെ ഞാൻ പ്രണമിക്കുന്നു. ഇതെല്ലാം നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയ തത്വങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനി 7 അന്നരൂപത്തിൽ വനങ്ങളിൽ 7 അന്നരൂപത്തിൽ വനങ്ങളിൽ കാണുന്ന ജൈവ വസ്തുക്കളെയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ കണങ്ങൾ തന്നെയാണ്. ഓർബിറ്റിലെ ഊർജമാണ് അന്നമായിട്ട് മാറുന്നത്. ഈ ഓർബിറ്റുകൾ, അതായത് കണങ്ങൾ, ഊർജ സ്രോതസ്സുകൾ, ഈ ഓർബിറ്റിലുള്ള ഊർജമാണ് അന്നമായി മാറുന്നത്. ഇപ്പം വെള്ളം അന്നമായിട്ട് എടുക്കും. അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അവയുടെ ഓർബിറ്റുകൾ കൂടിച്ചേർന്നതിന് ഈ ഓർബിറ്റൽ എനർജിയാണ് ബന്ധപ്പെടുന്നത്. ആ ഓർബിറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ 8 ഇലക്ട്രോൺ വേണം. ആ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് എനർജി എടുത്തിട്ടോ വിട്ടിട്ടോ ആണ് ഇത് കൂടിച്ചേരുന്നത്. അതെല്ലാം ഓർബിറ്റൽ എനർജിയെ ആശ്രയിച്ച് കെമിസ്ട്രിയാണ്. അത്രയും സൂക്ഷ്മമായിട്ട് പോകണ്ടെങ്കിൽ ഒറ്റയൊന്ന് മനസ്സിലാക്കുക, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഓർബിറ്റുകളാണ്. ആ ഓർബിറ്റുകളുടെ എനർജിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ എനർജി അനുസരിച്ചാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്. അങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അന്നങ്ങളും, സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഉണ്ടല്ലോ, മാങ്ങയെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ, അത് സൂര്യനിൽ നിന്ന് ഊർജമെടുത്തിട്ട് ആ ഇലയിൽ വെച്ച് ഈ രാസപ്രവർത്തനം നടന്നിട്ടാണ് അത് ഫലം അന്നമെല്ലാമായിട്ട് മാറുന്നത്. അപ്പോൾ അതിലെല്ലാം ഈ ഓർബിറ്റൽ എനർജിയാണ് പങ്കെടുക്കുന്നത്. കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങളെ 2 എക്സോതെർമിക്കോ എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് ആണെങ്കിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യമുള്ള ഊർജം, ഓർബിറ്റലിൽ നിന്നുള്ള ഊർജം, ഇലക്ട്രോണിൻ്റെ ഊർജം പുറത്തേക്ക് വിടും. എൻഡോതെർമിക് ആണെങ്കിൽ ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ ചൂട് കൊടുത്തേ പറ്റൂ. ആവശ്യമുള്ള ചൂട് കൊടുക്കുമ്പോൾ അവ തമ്മിൽ യോജിക്കും. ഇതിലെല്ലാം ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ, ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ, ഓർബിറ്റുകളുടെ യോജിപ്പുകൾ, സംയോജനവും കൂടിച്ചേരലും വിടലും എല്ലാമാണ് പങ്കെടുക്കുന്നത് എന്ന് ചുരുക്കി പറയാം. കെമിസ്ട്രി ഉള്ളവർക്ക് മനസ്സിലാകും. അതാണ് ഈ പ്രകാശവേദിയിലുള്ള കണങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അപ്പം പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിലെല്ലാം ഈ പ്രകാശ രൂപത്തിലുള്ള കണങ്ങളാണ് ആക്ട് ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം തന്നെ അവിടെ ചില ആറ്റങ്ങളിൽ എല്ലാം മാറ്റം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഓർബിറ്റിൽ നിന്നും എല്ലാം, ന്യൂക്ലിയസിൽ നിന്നും എല്ലാം റിലീസായി വരുന്ന ഊർജങ്ങളാണ്. അതെല്ലാം ആ ഓർബിറ്റൽ എനർജി, അതിനാണ് കണമായി, സൂക്ഷ്മമായ കണമായിട്ട് ചിത്രീകരിച്ചത്. ആ ഊർജതാണ്, പ്രകാശമാണ് നമ്മളെ ചെടികൾ ഭക്ഷണമാക്കി മാറ്റുന്നത്. പ്രകാശം കണമാണോ എന്ന് ചോദിച്ചാൽ കണമാണെന്നും ആര് പറഞ്ഞു വെച്ചിട്ടുണ്ട്? ആധുനിക സയൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രകാശത്തെ തരംഗമായിട്ടും എടുക്കാം, കണമായിട്ടും എടുക്കാം. അപ്പോൾ ഇതെവിടെ നിന്നാണ് വരുന്നത്? ഓർബിറ്റുകളിൽ നിന്നാണ് വരുന്നത്. ഓർബിറ്റിലെ ഇലക്ട്രോണിൽ നിന്നെല്ലാമാണ് വരുന്നത്. അപ്പോൾ അതിന് കണത്തിൻ്റെ സ്വഭാവമുണ്ട്. നമ്മൾ ആ സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കൂ. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടിക്ക് ഈ നമ്മൾ കോളേജിൽ നിന്നെല്ലാം പഠിച്ച ഈ വിഷയങ്ങളും കൂടി മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൻ്റെ അർത്ഥം പിടികിട്ടുകയുള്ളൂ. അത് അജ്ഞാത വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകൾ പല സ്ഥലത്തും നമ്മൾ അറിയാതെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മളറിയാതെ പല ഊർജ സ്രോതസ്സുകളുണ്ട്. ഇവിടെ തന്നെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫോഴ്സുകൾ, മാഗ്നറ്റിക് ഫ്ലക്സുകളെല്ലാം ഉണ്ടല്ലോ. ഭൂമിക്ക് ചുറ്റും കാന്ത വളയങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. നമ്മൾ അറിയാതെ അജ്ഞാതമായിട്ട് സഞ്ചരിക്കുന്ന പല ഊർജ സ്രോതസ്സുകളും ഇങ്ങനെ നമ്മൾ അറിയാതെ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഓർബിറ്റൽ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 8 ഈ അജ്ഞാതമായ സർപ്പഗതി അത് ഏത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്? സർപ്പത്തിൻ്റെ പോലെയാണ് സഞ്ചരിക്കുന്നത്. ഊർജം സഞ്ചരിക്കുന്നത് സർപ്പഗതിയാണ്. അപ്പം ആകാശത്തിൽ നിന്ന് വരുന്ന പ്രകാശങ്ങളെയെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം എന്താണ്? സർപ്പഗതിയാണ്. അജ്ഞാതമായി തന്നെ എല്ലായിടവും കുടികൊള്ളുന്ന ഈ സർപ്പഗതി വെള്ളത്തിലും അഗ്നിയിലും സൂര്യനിലും എല്ലാം ഇതുണ്ട്. വെള്ളത്തിലും ഈ ഊർജമുണ്ട്, എല്ലാ വസ്തുവിലും ഈ ഊർജമുണ്ട്. ഈ ഊർജമാണ് വെള്ളത്തെ വെള്ളത്തിൻ്റെ രൂപത്തിൽ നിർത്തുന്നത്. അല്ലെങ്കിൽ അതെന്തായിപ്പോവും? അത് ഐസായിപ്പോവും, അല്ലെങ്കിൽ നീരാവിയായിട്ട് പോവും. അപ്പം എല്ലാത്തിലും ഈ സർപ്പഗതിയിലുള്ള ഊർജം ഉണ്ട്. അത് ദിശാകാലങ്ങളിലായി ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാമാണ് കാണപ്പെടുന്നത്. അത് പല രൂപത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം വരും. ചിലപ്പോഴത് ദൃശ്യരൂപത്തിലേക്ക് വരും, ചിലപ്പോൾ ഒളിച്ച രൂപത്തിലും വരും. ഏത്? സർപ്പഗതിയിലുള്ള ഊർജം. അത് തന്നെയാണ് വിസിബിൾ ലൈറ്റ് എന്ന് നമ്മൾ ചിലതിനെ ഒരു റീജിയനിലുള്ളതിനെ നമ്മൾ പേര് കൊടുത്തത്. ഇലക്ട്രോ മാഗ്നറ്റിക് യുക്ത പ്രപഞ്ചത്തിലുള്ള എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സർപ്പഗതിയിലുള്ള വേവ്സുകളാണ്. ആ സർപ്പഗതി അനുസരിച്ച് ഒരു പ്രത്യേക റേഞ്ചിലുള്ളതിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വിസിബിളായിട്ട് മാറും. ആ സർപ്പഗതി വൈദ്യുതി കമ്പിയിലൂടെ ഇലക്ട്രിസിറ്റി ഇങ്ങനെയാണ് പോകുന്നത്. AC സർപ്പഗതിയിലാണ്. ഈ വൈദ്യുതി കമ്പിയിലൂടെ പ്രവഹിക്കുമ്പോൾ, ബൾബിലൂടെ പ്രവഹിക്കുമ്പോഴാണ് അത് നമുക്ക് ദൃശ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്, പ്രകാശോർജം എന്ന തരത്തിൽ. വൈദ്യുതിയും സർപ്പഗതിയിലുള്ള ഊർജം തന്നെയാണ്. അത് സ്ട്രെയിറ്റോ സർപ്പം നേർക്ക് നിൽക്കാലോ. സർപ്പം ഇങ്ങനെ വളഞ്ഞ് തന്നെ പോകണമെന്നുണ്ടോ? നേർക്കും എന്തായാലും ഒരു ചെറിയ ഓട്ടമല്ല അത്തരത്തിൽ കണ്ടാൽ മതി. അല്ലാതെ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഈ സർപ്പഗതിയുള്ള ഇലക്ട്രിസിറ്റി കമ്പിയിലൂടെ പോയി ബൾബിലൂടെ എല്ലാം വരുമ്പോൾ അതെന്തായി തരും? ദൃശ്യരൂപത്തിലേക്ക് മാറും. ഒളിഞ്ഞും തെളിഞ്ഞും ഇത് സഞ്ചരിക്കുന്നുണ്ട്. ഇനി 9, ഈ ശക്തി സ്രോതസ്സുകൾ നമ്മുടെ വീര്യത്തെ വർദ്ധിപ്പിക്കട്ടെ. നമ്മൾ വീര്യമുണ്ടാക്കുന്നത്, ഊർജമുണ്ടാക്കുന്നത് വീര്യമുണ്ടാക്കുന്നത് ഈ ഊർജമാണ്. ഇത്തരത്തിൽ പ്രവഹിക്കുന്ന ഊർജങ്ങളാണ്. അത് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കിട്ട് സമ്പൂർണമായിട്ട് ഭൂമിയിൽ കാണുന്നുണ്ട് അത്തരം ഊർജ സ്രോതസ്സുകൾ. അത് അധികാരികളെപ്പോലെ ജ്ഞാനം എല്ലായിടവും പരത്തട്ടെ. ജ്ഞാനത്തിൻ്റെ അധികാരികളാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഊർജത്തെപ്പറ്റി മനസ്സിലാക്കണം. അത് എല്ലായിടവും പരന്നിട്ടുണ്ട് ആ ഊർജ സ്രോതസ്. അതിനെപ്പറ്റിയുള്ള ജ്ഞാനം നമ്മൾ നേടണം. എന്നിട്ട് നമ്മുടെ എതിർ ശക്തികളെ ഉന്മൂലനം ചെയ്യണം. എതിർ ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ ഇത്തരം എനർജി സ്രോതസ്സുകളെ നമ്മൾ ആശ്രയിക്കണം. ഇനി 10 സഞ്ചരിക്കുന്ന ഈ ശക്തി സ്രോതസ്സുകളെ നമുക്ക് മനസ്സിലാക്കി തന്നാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാഗ്നറ്റിക് തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായാലും സൂര്യപ്രകാശമായാലും പ്രകാശമായാലും അതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലാണ് പെടുത്തിയിരിക്കുന്നത് ആധുനിക സയൻസും. അതിനെപ്പറ്റിയുള്ള ജ്ഞാനം ആ ശക്തി സ്രോതസ്സുകളെ നമുക്ക് മനസ്സിലാക്കി തന്നാലും നമ്മൾ പഠിക്കണം, നല്ലവണ്ണം സയൻസ് പഠിക്കണം. അപ്പോൾ ഈ എനർജി സ്രോതസ്സുകളെ എല്ലാം പറ്റി മനസ്സിലാവുകയുള്ളൂ. ഇത് പ്രകാശവേഗമുള്ള കണങ്ങളാണ്. പ്രകാശം സഞ്ചരിക്കുന്ന വേഗത്തിലാണ് ഈ കണങ്ങളെല്ലാം. ഇതെല്ലാം ഊർജ, കാരണം വെളിച്ചവും
പ്രകാശമാണെങ്കിലും അത് കണമായിട്ട് തന്നെയാണ് ആധുനിക സയൻസ്. കണമായിട്ട് വരും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടും എടുക്കാം. രണ്ട് തരത്തിലും അവസരത്തിനൊത്ത് ഡുവൽ നേച്ചർ ഉണ്ട്, ഡുവൽ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്. ഈ അഗ്നിസ്ഫുലിംഗങ്ങൾ കൂട്ടമായാണ് താഴത്തേക്ക് വരുന്നത്. സൂര്യനിൽ നിന്നും എല്ലാം, ആകാശത്തു നിന്നെല്ലാം, മറ്റുള്ളതിൽ നിന്നെല്ലാം ഇങ്ങനെ സൂക്ഷ്മമായ ഊർജ സ്രോതസ്സുകൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആകർഷണ ബലം പോലും ഒരു തരത്തിലുള്ള സൂക്ഷ്മമായ കണങ്ങളാണ്. ആകർഷണ ബലം പോലും ഇതെല്ലാം ആകാശത്തു നിന്ന് തീരോട്ടേക്ക് വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഗ്രഹങ്ങളിൽ നിന്നുള്ള ആകർഷണ ബലങ്ങൾ നമ്മളെ നാഡികളിലൂടെ തരംഗരൂപത്തിലായിട്ട് മാറിയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇടാപിങ്കളായ ഈ നാഡികളിലൂടെയല്ല. അതായത് നമുക്ക് അത് പറയുന്നിടത്ത് നമുക്ക് വിസ്തരിച്ച് പറയാം. ഇവിടെ ഒന്നും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെല്ലോ എത്തിപ്പോകും. ആധുനിക സയൻസ് പോലും കണ്ടെത്താത്ത കാര്യങ്ങളാണ്. അവ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ നിന്ന് ഊർജ സ്രോതസ്സുകൾ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഊർജത്തിൻ്റെ കുതിരകൾ നിയന്ത്രിക്കപ്പെടട്ടെ. ഇത്തരത്തിലുള്ള ഊർജത്തിൻ്റെ കുതിരകൾ. അപ്പോൾ ഊർജം എന്താണ്? കുതിരകളായിട്ടാണ് വേദങ്ങൾ ചിത്രീകരിക്കുന്നത്. പണ്ടേ ഞാൻ പറയും, ഊർജം എന്ന് പറയുമ്പോൾ കുതിരയായിട്ട് എടുത്തോളം, ബലങ്ങളെ കുതിരയായിട്ട് എടുത്തോളം എന്നെല്ലാം പണ്ട് പറയലുണ്ട്. അത് തന്നെ എവിടെയും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഊർജത്തിൻ്റെ കുതിരകളെ. അപ്പം എവിടെയെങ്കിലും ഇന്ദ്രൻ്റെ കുതിരകളെ എന്നെല്ലാം പറയും. ഈ കുതിര ഊർജ സ്രോതസ്സുകളാണ്. സൂര്യൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു, സൂര്യഭഗവാൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഊർജ സ്രോതസ്സുകളാണ് അവിടെ കുതിര. ബലങ്ങളാണ്, അതിൻ്റെ ആകർഷണ ബലങ്ങളാണ് കുതിരയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലാതെ കുതിര എന്ന നിലയിൽ എടുക്കരുത്. കുതിര എന്നത് തന്നെയാണ് ആധുനിക സയൻസിലും ബലത്തിന് കൊടുത്തിരിക്കുന്ന ഹോസ് പവർ എന്നാണ് പറയുന്നത്. ഹോസ് കുതിര, പവർ ശക്തി, കുതിര ശക്തി. ഹോസുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. വേദങ്ങളും അതേ ഹോസ എന്ന പദത്തിൽ ബലങ്ങളെ ചിത്രീകരിച്ചിരിക്കും. ഇത്രയും പറയുമ്പോൾ കുറച്ച് കടന്ന സയൻസിലേക്ക് പോയി. ഈ വേദങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യർ, ശാസ്ത്രമൊന്നും പഠിക്കാതെ ആൾക്കാർ വ്യാഖ്യാനിക്കുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും വായിക്കുന്നു എന്ന് പറഞ്ഞിരിക്കാനല്ലാതെ കുരുടൻ ആനയത്തെ പറയുന്നത് പോലെ അതിന് വേദവരികൾക്കൊന്നും അർത്ഥമൊന്നുമില്ല. അതിങ്ങനെ ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ചൊല്ലിയത് കൊണ്ടുള്ള ഗുണമുണ്ട്. അതുകൊണ്ടാണ് നശിക്കാതെ ഇത് നമ്മളെ കൈമലേക്ക് എത്തിയിരുന്നത്. അപ്പം നമ്മുടെ ധർമ്മമാണ് എന്ത്? അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കി വ്യാഖ്യാനിക്കുക. വ്യാഖ്യാനിക്കുമ്പോൾ കുറച്ച് ശാസ്ത്രബോധമുള്ളവർക്ക് പെട്ടെന്ന് പിടികിട്ടും, അല്ലാത്തവർക്ക്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ